ഈ ആയുർവേദത്തിലേക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഡയബറ്റിക്സ് ഈ പാരമ്പര്യത്തിലൂടെ വരുന്നതാണോ അല്ല എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് പ്രമേഹം വരുന്നത്? ഉം, ആയുർവേദ ശാസ്ത്രപ്രകാരം പ്രമേഹത്തെ നമ്മൾ രണ്ടായിട്ട് തന്നെയാണ് ആദ്യം രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് അതായത് സഹജമായിട്ടുണ്ടാകുന്നത്, അതാണ് പാരമ്പര്യമായിട്ടുണ്ടാകുന്നത്. ഒന്ന് നമ്മൾ അതായത് അപത്യമായിട്ടുള്ള ആഹാരവിഹാരങ്ങൾ ശീലിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അങ്ങനെ രണ്ട് വിധമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഡിവിഷനുണ്ട്. നമ്മളിപ്പം പ്രമേഹ രോഗി ആസച്ചൊന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ ഒരു കൂട്ടരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മെലിഞ്ഞ ശരീരപ്രകൃതിക്കാരായിരിക്കും. വേറൊരു കൂട്ടരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല തടിച്ച, അതായത് സ്ഥൗല്യം അല്ലെങ്കിൽ നല്ല ബലവാനായ പ്രമേഹ രോഗിയായിരിക്കും. അങ്ങനെ നമ്മൾ അവരുടെ ചികിത്സയിൽ ഇങ്ങനെ അവരുടെ ആ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അടിസ്ഥാനപ്പെടുത്തി രണ്ടായിട്ട് തരംതിരിക്കും. ഇനി ഇതുമല്ലാതെ വേറൊരു ഡിവിഷൻ കൂടെ പറയുന്നുണ്ട്. അതായത് ആയുർവേദ ശാസ്ത്രത്തിലെല്ലാം ദോഷാടിസ്ഥാനത്തിലാണ് നമ്മൾ രോഗനിർണയവും ചികിത്സയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ വാതിക പ്രമേഹം, അതുപോലെ കഫജ പ്രമേഹം, അതുപോലെ തന്നെ പൈത്തീയ പ്രമേഹം, ഇങ്ങനെ 3 വിധ പ്രമേഹങ്ങളെ പറയുന്നുണ്ട്. ആ 3 വിധ പ്രമേഹങ്ങളിൽ ഈ കഫജ പ്രമേഹം 10 ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പൈത്തീയ പ്രമേഹം 6 വിധമുണ്ട്. വാതിക പ്രമേഹം 4 വിധമുണ്ട്. അങ്ങനെ 20 വിധ പ്രമേഹ രോഗങ്ങളാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങളും എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ കറക്റ്റ് അതിന് ചികിത്സിക്കാൻ എന്നാണ് പറയുന്നത്. നമ്മൾ നോർമലി നോക്കുമ്പോൾ നമുക്ക് ആകെ അറിയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക്സ്, ടൈപ്പ് 2 ഡയബറ്റിക്സ് മാത്രമാണ്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ഇപ്പൊ 20 തരം പ്രമേഹം ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ഒന്ന് പറയാമോ? ഈ ടൈപ്പ് 1 ടൈപ്പ് 2 അല്ലെങ്കിൽ ആയുർവേദത്തിലുള്ള ഈ 20 പ്രമേഹങ്ങളെ കുറിച്ച്. അതായത് ഈ ടൈപ്പ് 1 ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നതാണ് ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് ഡയബറ്റീസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിനെ ഉൽപ്പാദിപ്പിക്കുന്നേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ നമുക്ക് ഇൻസുലിൻ കൊണ്ട് മാത്രമേ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഇൻസുലിൻ ഡിപ്പെൻഡൻറ്റ് അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് കൊച്ചുകുട്ടികളിലും അതുപോലെ തന്നെ ഈ കൗമാര പ്രായക്കാരിലുമാണ് കൂടുതലായിട്ട് കാണുന്നത്. അതിൽ കൊച്ചുകുട്ടികളിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയും. ഇനി ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻക്രിയാസിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ അത് റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുകയാണ്. അത് മറ്റ് റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്. അതായത് നമ്മുടെ ശരീരഭാരം കൂടുക, അങ്ങനെ പ്രമേഹത്തിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ അവിടെ ഉണ്ടാകും. അപ്പോൾ അത് നിമിത്തം ഈ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആകുകയും ഈ രക്തത്തിലുണ്ടാകുന്ന പഞ്ചസാര സെല്ലിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് മധ്യപ്രായക്കാരിലാണ് കാണുന്നത്. ഈ സ്ത്രീകളിലാണെങ്കിൽ കൂടുതലായും ഈ ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനോപോസ് കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായും ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നത്.